പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ all-in-one ink tank കളർ പ്രിന്ററായ Canon PIXMA G4010 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള ടൈപ്പ് ചെയ്താണ്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയറിൽ അവസാന ഭാഗത്ത് കണക്ട് ചെയ്യാൻ പറയും, ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, വെബ്സൈറ്റ് ഏകദേശം ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിൾ രീതിയിൽ ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ട്. അവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. G4010 എന്ന് ടൈപ്പ് ചെയ്യുന്നതോടെ താഴെ ലിസ്റ്റ് കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പേജ് ഒന്ന് റീലോഡായിട്ട് നമ്മളെ ഡൗൺലോഡിങ് പേജിലോട്ട് വന്നിട്ടുണ്ടാവും. ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളതാണ്. കണ്ടില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ കേസിൽ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വിൻഡോസിൻ്റെ വെർഷൻസ് കാണിക്കും, മാക്കിൻ്റെ വെർഷൻസ് കാണിക്കും. അപ്പോൾ ഏതാണോ നമ്മളത് അതിൻ്റെ നേരെ ബ്രാക്കിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ MB ഉള്ള ഈ സെൻറ്ററിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്താൽ പിന്നെ കുറേ സമയം ഓൺലൈന് വഴി അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തത് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോയി ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എക്സ്ട്രാക്റ്റിംഗ് നടന്നാൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് ഏരിയ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഏകദേശം ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. ആ സമയത്ത് മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ ഏകദേശം കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. വൈഫൈ ലാൻ വരുന്ന പ്രിൻ്ററാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ USB കണക്ഷൻ വഴി ഉള്ളതാണ്. അപ്പോൾ USB കണക്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഈ സമയത്ത് മാത്രമേ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലും പ്രിൻ്ററിലും USB കേബിൾ കണക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്.
യെസ്, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സാമ്പിളിന് വേണ്ടി കൺട്രോൾ പാനലിൽ പോയി ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് ബാഡ്ജ് പ്രിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യാനുള്ള കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഈ കാണുന്ന ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ എടുക്കുക. എൻ്റെ ലാപ്പിൽ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റുകൾ കാണിക്കുന്നതാണ്. നിങ്ങളുടെ സിസ്റ്റത്തിലൊന്നും ഇതേപോലെ ലിസ്റ്റ് ഉണ്ടായിരിക്കില്ല. യെസ്, ഇവിടെ Canon G4010 സീരീസ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. യെസ്, ഇവിടെ താഴെ കാണുന്ന പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് പാസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.